ഇംതിയാസ് നെടുങ്കയം അടക്കമുള്ള ആദിവാസി മേഖലകളിലാണ് ഉള്ളത്. ഇംതിയാസ്, അവിടെ ഈ ഒന്ന് മഴ, മറ്റത് ഈ ആദിവാസി മേഖലകളിൽ നിന്ന് ഊരുകളിൽ നിന്ന് ആളുകൾ എത്തി പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്യാനുള്ള പ്രായോഗികമായ തടസ്സം, ഇവ രണ്ടുമുണ്ടോ? എത്ര പേർ ഇതിനോടകം അവിടെ വോട്ട് രേഖപ്പെടുത്തി? അഭിലാഷ്, ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു 10 പേർ ഇതിനോടകം ഇപ്പോൾ ഈ നെടുങ്കയത്തെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു 5 പേർ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തുകയും ചെയ്തു. അവരിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. വന്ന സമയത്ത് തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ മാഞ്ചേരി നഗറിൽ നിന്നാണ് അവർ വരുന്നത്. മാഞ്ചേരി നഗറിൽ നിന്ന് ഇവിടെ നിന്ന് വാഹനം പോയിരുന്നു, ജീപ്പ് പോയിരുന്നു. ആ ജീപ്പിലാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനിയും ഒരു 6 or 7 പേർ ഈ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവർ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. അടുത്ത വാഹനത്തിൽ ആ ആളുകളും ഒരു 6 പേരെങ്കിലും ഉണ്ടാവും. അവരും ഇങ്ങോട്ടേക്ക് എത്തും. അതാണ് ഈ നെടുങ്കയം ബൂത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ആളുകളുടെ സവിശേഷത എന്ന് പറയുമ്പോൾ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ് കാഴ്ച. നമ്മൾ ജനാധിപത്യം അത്രയും സൗന്ദര്യമാണെന്ന് പറയുമ്പോൾ ഈ വിഭാഗത്തിലുള്ളവരെല്ലാം, ഈ മേഖലകളിലുള്ളവരെല്ലാം വോട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. അവർ അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം നടക്കുകയാണ്. മറ്റും നമ്മൾ നിലമ്പൂർ നഗരത്തിലേക്കൊക്കെ ഒരു പക്ഷേ പോകുമ്പോൾ ബൂത്തുകളിൽ കാണുന്ന വലിയ തിരക്കോ നീണ്ട വരികളോ ഒന്നും ഈ നെടുങ്കയത്തെ ഈ ബൂത്തിലില്ല. പക്ഷേ പല സമയങ്ങളിലായി 1 or 2 പേരൊക്കെ വന്ന് പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വോട്ട് ചെയ്ത് പോകുന്നവരെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏത് ഭാഗത്തുനിന്ന് വരുന്നത്? ഞങ്ങൾ നെടുങ്കയം ഭാഗത്ത്. വോട്ട് ചെയ്തോ? ഇല്ല, അമ്മേനെ കൊണ്ടുവന്നാണ്. അമ്മേന്റെ വോട്ട് ചെയ്തു അല്ലേ? അമ്മയൊക്കെ കാണില്ലായിരുന്നു. അമ്മയൊക്കെ ചെയ്തു. ഇനി ആളുകൾ വരാനുണ്ടോ? ഇനി വരാണ്ട്. വണ്ടിക്ക് വരും അല്ലേ? ഇപ്പൊ വരും. ഇങ്ങനെ വന്ന് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. എല്ലാവരോടും വോട്ട് ചെയ്യാൻ വേണ്ടി വരാൻ പറയണോ അല്ലേ? ഓക്കെ, ശരി ശരി. നെടുങ്കയം ഭാഗത്ത് നിന്നുള്ള 2 പേരാണ് ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അമ്മയെ വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. അവർ പുറത്തേക്ക് പോവുകയാണ്. ചോലനായ്ക്കർ വിഭാഗത്തിലുള്ള 6 പേർ ഇപ്പോൾ അകത്തുണ്ട്. അവർ അവിടെ വോട്ട് ചെയ്യുന്ന നടപടിക്രമങ്ങളിലാണ് ഉള്ളത്. ഇനിയും ഈ ഭാഗത്ത് ഏകദേശം 471 വോട്ടർമാരുണ്ട്. എല്ലാം ട്രൈബൽ മേഖലയിൽപ്പെട്ട, ട്രൈബലിൽ ഉൾപ്പെടുന്ന വോട്ടർമാർ തന്നെയാണ്. അതിൽ കാട്ടുനായ്ക്കർ വിഭാഗത്തിലുള്ളവർ, അതുപോലെ തന്നെ മാഞ്ചേരി ഭാഗത്ത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഈ ഇത്തരക്കാരെ അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന ഈ ജനാധിപത്യത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന്റെ ഭാഗമാക്കുക എന്നതാണ്.